ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഫോർ ലൂപ്പ് എന്താണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ വാരിയബിൾസ് എന്താണ്, ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓക്കെ. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നമ്മൾ ഫോർ ലൂപ്പാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഓക്കെ. അപ്പോൾ കോമൺലി ലൂപ്സ്, ഓക്കെ. ലൂപ്സ് ഒക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിലോട്ട്. അപ്പോൾ ഗൈസ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ലൂപ്പൊക്കെ കണ്ടിട്ടില്ലേ ഇതിങ്ങനെ, ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മൊത്തം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇഫ് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ കുറേ ഔട്ട്പുട്ടുകൾ കിട്ടില്ലേ. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, ഓക്കെ. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പർ നമ്മൾ 10 വട്ടം സി ഔട്ട് ഇട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടു എന്ന് വിചാരിക്കണം. ആ പ്രോഗ്രാമിൽ എങ്ങനെയാണ് അങ്ങനെ ഓരോ വട്ടം സി ഔട്ട് അടിച്ച് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 വരെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രിന്റ് ചെയ്ത് എങ്ങനെയാണ്, അത് നമ്മളിങ്ങനെ കുറേ വട്ടം കോപ്പി പേസ്റ്റ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു 100 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 100 വട്ടം കോഡ് ഇങ്ങനെ അടിച്ചുണ്ടാക്കും അല്ലേ. അത് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലല്ല. ബിക്കോസ് നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരു 1000 2000 3000 ഒക്കെ എത്തി കഴിഞ്ഞാലൊക്കെ തന്നെ നമുക്ക് വയ്യാണ്ടാവും. പിന്നെ കോഡ് ലെങ്ത് കൂടും. അങ്ങനെ നമുക്ക് എന്താ പറയുക, റീഡബിൾ അല്ലാത്തൊരവസ്ഥ വരും. മൾട്ടിപ്പിൾ ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു സംഭവം വേണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, അത് വെച്ചിട്ട് അതിനൊരു ലൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടിട്ട് വരാം, ഓക്കെ. അപ്പോൾ ഞാനിവിടെ C++ കമ്പൈലറായ കോഡ് ബ്ലോക്കാണ് ഓപ്പൺ ആക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കമ്പൈലർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുക. അതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരാം, ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കോഡ് അടിക്കുകയാണ്. സി ഔട്ട് എൻ്റർ ദ ലിമിറ്റ്, സി ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളിലേക്ക് നമ്പർ കയറും. പിന്നെ ഇഫ് ഐ ലെസ് ദാൻ ലിമിറ്റ്, പിന്നെ സി ഔട്ട് ഐ. അതിനുശേഷം ഗോ ടു സ്റ്റാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം എന്തായാലും, ഓക്കെ. 10. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഈ കോഡ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്, ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ലേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗോ ടു വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റാർട്ടിലേക്ക് കമ്പൈലർ പോവും. ആദ്യം ഒരു വട്ടം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ടു സ്റ്റാർട്ടിലേക്ക് പോവും. എന്നിട്ട് പിന്നെയും അവിടെ നിന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് സംഭവം അങ്ങനെയാണ് വർക്കാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ I0 ആണ് നമ്മൾ മുകളിൽ ഇനീഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 ലെസ് ദാൻ 10 നോക്കും, ട്രൂ ആണ്. അപ്പോൾ സി ഔട്ട് ഐ, അപ്പോൾ 0 പ്രിൻ്റ് ആവും. അതിനുശേഷം I++ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0ൻ്റെ കൂടെ 1 കൂട്ടുക എന്നാണ് അർത്ഥം. ഏത് നമ്പറാണോ അതിൻ്റെ കൂടെ 1 കൂട്ടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിന് ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ടിലേക്ക് വരും. അപ്പോൾ ഇവിടെ 0 ഇപ്പോൾ 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ 10 കണ്ടീഷൻ ചെക്ക് ചെയ്തു, 1 പ്രിൻ്റായി. പിന്നെ I++ 2 ആവും. 2 അതിന് ശേഷം പിന്നെ സ്റ്റാർട്ടിലേക്ക് പോയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 10 ആണോ, ട്രൂ ആണ്. അപ്പോൾ 2 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് 3 ആവും. എന്നിട്ട് നേരെ മുകളിലേക്ക് പോകും. എന്നിട്ട് 3 ലെസ് ദാൻ 10 ആണോ, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണ്. അപ്പോൾ പ്രിൻ്റ് ആവും. എന്നിട്ട് 4 ആവും. 4 അങ്ങനെ ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ 10 ട്രൂ ആണ്, 4 പ്രിൻ്റ് ആവും. 5 ആവും. 5 ലെസ് ദാൻ 10 ശരിയാണ്, അപ്പോൾ 5 പ്രിൻ്റ് ആവും. അങ്ങനെ 6 7 8 9 നമ്മളിവിടെ കൊടുത്തതിൽ 9-ലെത്തുമ്പോൾ 9 ലെസ് ദാൻ 10 കണ്ടീഷൻ തെറ്റാണ്, ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും, ഓക്കെ. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിൽ എന്താ കണ്ടത്, അതായത് നമ്മളൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞിട്ട് അതിലൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഗോ ടു സ്റ്റേറ്റ്മെന്റിന്റെ ഗോ ടു അടിച്ചിട്ട് നേരെ നമ്മൾ മുകളിലെത്തി പിന്നെയും അതന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാവുമ്പോൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ സാധാ ലൂപ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും, അതിനുശേഷം ഇൻക്രിമെന്റ് ചെയ്യും, ഓക്കെ. ഇത് തന്നെയാണ് നമ്മുടെ ലൂപ്പിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് പഠിച്ചിട്ട് തന്നെ തുടങ്ങാം, ഓക്കെ. അപ്പോൾ ഞാനൊരു ചെറിയൊരു പ്രസന്റേഷൻ കാട്ടി തന്നിട്ട് നമുക്ക് കോഡിലേക്ക് കിടക്കാം, ഓക്കെ. അപ്പോൾ ഒരാൾ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുന്ന രംഗമാണ്. അപ്പോൾ ആൾ ലിഫ്റ്റിൽ കയറി ആദ്യം 1 പ്രിൻ്റ് ചെയ്യും, സെക്കൻഡിലെത്തും, പിന്നെ തേർഡിലെത്തും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫോർ ലൂപ്പും പ്രിൻ്റ് ആവുന്നത്. തേർഡിലെത്തുമ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തേർഡിലെത്തുന്നില്ലേ, അപ്പോൾ ആൾ ഇറങ്ങുന്ന സ്ഥലമാകുമ്പോൾ ആ കമ്പൈലർ ലൂപ്പിന് പുറത്തേക്ക് വരും. നമുക്ക് 3 ടൈപ്സ് ലൂപ്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ലൂപ്പ് ഫോർ ലൂപ്പ്, പിന്നെ വൈൽ ലൂപ്പ്, പിന്നെ ഡു വൈൽ ലൂപ്പ്. അപ്പോൾ നമ്മുടെ വൈൽ ലൂപ്പ് തന്നെ ഫസ്റ്റ് പഠിച്ചിട്ട് തുടങ്ങാം. അതാണ് ഏറ്റവും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഫോർ ലൂപ്പ്, പിന്നെ ഡു വൈൽ ലൂപ്പ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഗൈസ്, ആദ്യം നമുക്ക് വൈൽ ലൂപ്പ് പഠിക്കാം, ഓക്കെ. വൈൽ ലൂപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തും, പിന്നെ ഇൻക്രിമെന്റ് ചെയ്യും, പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെയാണ്. നമുക്ക് ആ കോഡ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ. അപ്പോൾ കോഡ് ഫസ്റ്റ് നമുക്ക് വൈൽ ലൂപ്പിന്റെ കോഡ് കണ്ട് തിരിച്ചു വരാം, ഓക്കെ. അപ്പോൾ ഗൈസ് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം സി ഔട്ട് എൻ്റർ ദ ലിമിറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം സീൻ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് എടുക്കുക. അതിനുശേഷം വൈലിന് എഴുതുക. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ
ഐ പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലാഷിനടിച്ച് അടിയിലേക്ക് കിടക്കുക. എന്നിട്ട് I++ കൊടുക്കുക. നിങ്ങളെ വയലൂപ്പിന്റെ കോഡ് കണ്ടു വിചാരിക്കണം. വയലൂപ്പിന്റെ കോഡ് കണ്ടെങ്കിൽ നമുക്ക് ഇനി ഫോർ ലൂപ്പ് പഠിക്കാം. അപ്പോൾ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, അതായത് I = 0, I = 1 അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തിട്ട് ദെൻ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെന്റ് എഴുതും, പിന്നെ തിരിച്ച് നമ്മുടെ ഇൻക്രിമെന്റ് ഇല്ലേ അതിലേക്ക് പോയതിന് ശേഷം പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ അവിടെ നിന്ന് ലൂപ്പിനെ കറങ്ങിയോണ്ട് മതി. അപ്പോൾ ആ കറങ്ങിയതിന് ശേഷം എന്തുണ്ടാവും, ആ കറങ്ങിയതിന് ശേഷം ആ കണ്ടീഷൻ തെറ്റാകുമ്പോൾ തിരിച്ച് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോർ ലൂപ്പ് വർക്ക് ആവുന്നത്. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ആ കോഡ് കണ്ടിട്ട് തിരിച്ച്. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഇനീഷ്യലൈസ് ചെയ്യുക, അതായത് ഐയും ലിമിറ്റും ഇനീഷ്യലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് Cout എൻ്റർ ദ ലിമിറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം സീനെ ചെയ്തിട്ട് ലിമിറ്റ് മേടിക്കുക. എന്നിട്ട് ഫോർ I = 0. ഓക്കെ, I = 0, I < ലിമിറ്റ് I++, ദെൻ Cout I, ദെൻ നമ്മൾ /n കൊടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഈ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് 5ഉം I 0 ആണ്. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. 0 ഒന്ന് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ I++ ചെയ്ത് കഴിയുമ്പോൾ 0 1 ആവും. അപ്പോൾ 1 < 5 ആണോ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ശരിയാവും, 1 പ്രിൻ്റ് ആവും. പിന്നെ I 2 ആവും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 < 5 ആണോ എന്ന് ചെക്ക് ചെയ്യും, ശരിയാണ്, അപ്പോൾ 2 പ്രിൻ്റ് ആവും. എന്നിട്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആവും, 3 < 5 ആണോ എന്ന് ചെക്ക് ചെയ്യും, 3 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് 4 ആവും, ഇൻക്രിമെൻ്റ് ചെയ്ത് 4 ആവും, 4 < 5 ആണോ ചെക്ക് ചെയ്യും, എന്നിട്ട് 4 പ്രിൻ്റ് ആവും. അതിനുശേഷം 5 ആവും, 5 < 5 ആണോ, ശരിയാണ്, 5 പ്രിൻ്റ് ആവും. അതിനുശേഷം 6 ആവും, 6 < 6 ആണോ, അല്ല, തെറ്റാണ് അല്ലേ. അപ്പോൾ നേരെ ലൂപ്പിൻ്റെ ഫോൾസ് ആയതുകൊണ്ട് തന്നെ ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് വന്നത്. ഞാൻ ഒരു വട്ടം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ 4 ചെയ്തു, അതിനുശേഷം നമ്മളൊരു ഇനീഷ്യലൈസേഷൻ I = 0. അപ്പോൾ I = 0 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1 തൊട്ട് 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏതാവും, I = 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ 0 തൊട്ട് 10 വരെയാണ് പ്രിന്റ് ചെയ്യണമെങ്കിലോ അപ്പോൾ 0 തൊട്ടായിരിക്കും. അപ്പോൾ -1 തൊട്ടാണെങ്കിലോ അപ്പോൾ I = -1 ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഏതാണ് വേണ്ടത് അവിടെ I = ആ നമ്പർ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ I = 1, ദെൻ I < > 10 കൊടുക്കണം, അന്നേരമാണ് 10 വരെ പ്രിന്റ് ചെയ്യുള്ളൂ. പിന്നെ < നിങ്ങൾ സൂക്ഷിക്കണം, 10 വരെയാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ < കൊടുക്കുക, < 10, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, 11 എന്ന് കൊടുക്കുക, <11. ഓക്കെ, അങ്ങനെ കൊടുക്കണം. ഓക്കെ, 1 <11. ഓക്കെ, അപ്പോൾ അതായത് 1 11-നേക്കാളും ചെറുതാണ് അല്ലേ, 1 11-നേക്കാളും ചെറുതല്ലേ. അപ്പോൾ 1 11-നേക്കാളും ചെറുതാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇത് അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ നമ്മുടെ പ്രോഗ്രാം മൊത്തം എഴുതി ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് എന്താ, ഡുവൈ ലൂപ്പാണ്. ഡുവൈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ നേരെ ഹോട്ടലിൽ ചെല്ലും, എന്നിട്ട് ഫുഡ് അടിക്കും. ഓക്കെ, ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വെയിറ്റർ മാമ വന്നിട്ട് കാശ് തരാൻ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പാത്രം കഴുകാൻ പോകും അല്ലേ. അതുപോലെ തന്നെയാണ് ഡുബായ് ലൂപ്പ് മറക്കാവുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ ഇത് മറക്കും, ഒരു വട്ടം മറക്കും. ഒരു വട്ടം മറക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ നോക്കിയില്ലേ കാശുണ്ടോ കാശില്ലേ നോക്കും. കാശുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കഴിച്ചു എന്ന് പറയും. ഇനി വേണമെങ്കിൽ വല്ല സംഭവം തരണമെങ്കിൽ തന്നെന്ന് പറയും, അല്ലെങ്കിൽ പാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കോഡ് ശരിക്കും ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഡു എഴുതും, അതിന് ശേഷം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതും. അതായത് ഇപ്പോൾ Cout hello എന്നാ, പിന്നെ അയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ഇൻക്രിമെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രൂ ഓർ ഫോൾസ് ആണോ നോക്കും. അത് ട്രൂ ആണെങ്കിൽ ആ ഒരു ലൂപ്പ് ഒരു വട്ടം വർക്കാവും, ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കളയും. ഓക്കെ, നമ്മളെ കൊണ്ട് പാത്രം കഴിക്കാൻ വിടും. അതാണ് ഗൈസ്. ഓക്കെ, സംഭവം അങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ആ കോഡ് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കോഡിലോട്ട് കടന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഡു ദാറ്റ് കോഡ്. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഇനീഷ്യലൈസ് ചെയ്യുക, I = 0, ദെൻ ലിമിറ്റ്, ദെൻ Cout എൻ്റർ ദ ലിമിറ്റ്. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ്. അത് കഴിഞ്ഞിട്ട് സീൻ ലിമിറ്റ്, ദെൻ ഡു കൊടുക്കുക, കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ Cout I++, പിന്നെ വൈൽ കണ്ടീഷൻ I < അല്ലെങ്കിൽ < കൊടുക്കാണ്ട് ലിമിറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിന്ന് ഓക്കെ ഇവിടെ കർലി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെയാണ് പ്രിൻ്റ് ആക്കിയത്. അപ്പോൾ ഇതിവിടെ നമുക്ക് /n കൊടുത്താൽ ഇങ്ങനെ അടിയിലേക്ക് പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡൂവിലേക്ക് കയറും, അത് കഴിഞ്ഞിട്ട് Cout ചെയ്തിട്ട്
ഐ പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് I++ ചെയ്യും, വൈൽ വരും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ശരിയാണെങ്കിൽ പിന്നെ ഡൂവിൽ വന്നിട്ട് പിന്നെയും ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ -1 കൊടുക്കാം. എന്താ ഉണ്ടാവുന്നത് നോക്കാം. -1. ഓക്കെ, അപ്പോൾ 0 ആണ്. എന്തായാലും 0 നമ്മൾ ഐ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ലൂപ്പ് എന്തായാലും പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്കിനി ഇത് 1 ആക്കിയിട്ട് കൊടുത്തു നോക്കാം. ഞാൻ ഇവിടെ 0 കൊടുക്കുകയാണ്. 1 എന്തായാലും പ്രിൻ്റ് ആവും. 1നേക്കാളും ചെറുതാണ് 0, എന്നാലും ഒരു വട്ടം 1 പ്രിൻ്റ് ആവും. ഓക്കെ, ഇതാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇത് വൈൽ ലൂപ്പാക്കി ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പാക്കാൻ വേണ്ടി വൈൽ മുകളിൽ കൊണ്ടിടുക, ഡു എടുത്ത് കളയുക, പിന്നെ സെമി കോളൻ എടുത്ത് കളയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ 0 കൊടുക്കാം. പ്രിൻ്റ് ആവില്ല, കാരണം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0<1 തെറ്റാണ്. അപ്പോൾ ഇത് വർക്കാവില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വൈൽ ലൂപ്പ് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ ലൂപ്പിനെയും വൈൽ ലൂപ്പിനെയും ഡു വൈൽ ലൂപ്പിനെയും വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈൽ ലൂപ്പും ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഡു വൈൽ ലൂപ്പ് ആകുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ +1 എക്സാമിന് ഫോറിൻ്റെയും വൈലിൻ്റെയും ഡൂവിൻ്റെയും വ്യത്യാസം ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം. കോഡ് കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഭയങ്കരമായിട്ട് ലെങ്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിന്നിട്ടില്ല, കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ അടിപൊളിയായിട്ട് ഞാൻ നല്ല ബിഗിനേഴ്സ് ലെവലിൽ നന്നായി ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് കുറേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബോറടിയാവും തോന്നി. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കാഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. +1 പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ കോഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തോളൊക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ അടുത്ത പാർട്സ് വരുന്നുണ്ട്. നമ്മൾ ഞായറാഴ്ച ചെയ്യാണ്ട്, ഫംഗ്ഷൻ ചെയ്യാണ്ട്, പിന്നെന്താ അങ്ങനെ കുറച്ച് നമ്മളൊക്കെ ചെയ്യാണ്ട് കോഡിങ്ങിൻ്റെ. സോ ആ വീഡിയോസൊക്കെ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാനത്. സോറി ഗൈസ്. ഓക്കെ, ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ.